നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് എഗ് കോഫ്ത ബിരിയാണിയാണ്. ഇതിനായി 4 മുട്ട പുഴുങ്ങിയത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 100 ഗ്രാം പനീറും കൂടി ഗ്രേറ്റ് ചെയ്തിടുക. മുട്ടയും പനീറും ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി കുഴച്ചെടുക്കുക. എല്ലാം കൂടി കുഴച്ചത് ഇതുപോലെ ഉരുളകളാക്കുക. ഇനി ഒരു പാനിൽ ലേശം എണ്ണയൊഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ എണ്ണയൊഴിച്ച് ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ മുട്ടയുടെ പീസ് ചിലപ്പോൾ തെറിക്കും. അതുകൊണ്ട് ഒരു മൂടി കൊണ്ടടച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചിടാവൂ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകമിട്ട് നീളത്തിലരിഞ്ഞു വച്ചിരിക്കുന്ന 3 സവാളയും 2 തക്കാളി അരിഞ്ഞതും ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ 4-5 അണ്ടിപ്പരിപ്പും, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് വഴഞ്ഞ് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുക. ഈ ഉള്ളി വഴറ്റിയ പാനിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ ഇട്ട് ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും, 4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ അതിലേക്ക് ലേശം പുതിനയിലയും മല്ലിയിലയും 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇല പൊടിച്ചതും കൂടിയിട്ട് അരപ്പ് വെള്ളമൊഴിച്ച് തിളയ്ക്കാൻ വയ്ക്കുക. ഒരു മൂടി കൊണ്ടടച്ച് തിളപ്പിച്ചെടുക്കുക. അരപ്പ് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് കോഫ്ത ഇട്ട് കൊടുക്കുക. കോഫ്തയും കൂടി ഇട്ട് 3 മിനിറ്റ് വേവിക്കുക. ഇനി ഒരു കുക്കറിൽ 1 ടീസ്പൂൺ നെയ്യൊഴിച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകവും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക്
നേരത്തെ കഴുകി 20 മിനിറ്റ് കുതിർത്ത ബസുമതി റൈസ് 2 കപ്പ് ഇട്ട് കൊടുക്കുക. ഈ അരി ഒന്ന് വറുത്ത് അരിയുടെ വെള്ളമയം എല്ലാം ഒന്ന് പോയി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി അരിയുടെ മീതെ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് അടച്ച് ഒരു വിസിൽ വേവിക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന എഗ് കോഫ്ത കറിയിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും കൂടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ ചോറിൽ 2-3 ഹോളിട്ട് അടച്ച് ഒന്ന് ആവി വരുമ്പോൾ നമ്മുടെ രുചികരമായ എഗ് കോഫ്ത ബിരിയാണി തയ്യാർ.